ജനാധിപത്യത്തിന്റെ ഉത്സവം ജനമഹോത്സവത്തിന്റെ ഭാഗമായി മതമേലധ്യക്ഷരും സാമുദായിക നേതാക്കളും ജനങ്ങൾ സമ്മതിദാനാവകാശം വിനിയോഗിക്കണമെന്ന് മത സാമുദായിക നേതാക്കൾ ആഹ്വാനം ചെയ്തു. ചങ്ങനാശ്ശേരി വാഴപ്പള്ളി സെന്റ് തെരേസ സ്കൂളിലെത്തിയാണ് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ വോട്ട് രേഖപ്പെടുത്തിയത്. ഭരണമാറ്റം വേണോ വേണ്ടയോ എന്ന കാര്യത്തിൽ അഭിപ്രായം പറയാനില്ലെന്ന് ജി സുകുമാരൻ നായർ. ജനാധിപത്യം വിജയിക്കണം, അതിന് നിലവിലുള്ള സാഹചര്യങ്ങൾ പഠിച്ച് ഓരോ വോട്ടറും വോട്ട് ചെയ്യണം. ആരാ ജയിക്കുന്നത് വെച്ചാൽ അവർ വരട്ടെ, അല്ലാതെ ഇപ്പം മാറ്റണമെന്നും മാറ്റണ്ടെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ജനാധിപത്യം വിജയിക്കണം. നാടിന്റെ നന്മയ്ക്കും നല്ല ഭാവിക്കും വേണ്ടി സമ്മതിദാനാവകാശം വിനിയോഗിക്കണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ബാലുശ്ശേരി നിയോജക മണ്ഡലത്തിലായിരുന്നു കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വോട്ട് രേഖപ്പെടുത്തിയത്. ജനനന്മയ്ക്കായി സമ്മതിദാനാവകാശം വിനിയോഗിച്ചെന്ന് സിറോ മലങ്കര സഭാ അധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് ബസേലിയോസ് മാർ ക്ലിമിസ് കാതോലിക്ക ബാവ. ഞാൻ എൻ്റെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ഒരവസരം ആയുസ് കിട്ടി. അത് നന്മയ്ക്കായി, നമ്മുടെ ദേശത്തിൻ്റെ വളർച്ചയ്ക്കായിട്ട് എല്ലാവരുടെയും വോട്ട് ഉപകരിക്കട്ടെ എന്ന് ആശംസിച്ച്. ആരെ ജയിപ്പിക്കണമെന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ടെന്ന് ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. ഒരു തെരഞ്ഞെടുപ്പില് ജനങ്ങളാണ് രാജാക്കന്മാർ. ഇന്ന് സ്ഥാനാർത്ഥികളെല്ലാം നമ്മുടെ അടിമകളാണ്. രാജാക്കന്മാർ തീരുമാനിക്കട്ടെ ആര് ഭരിക്കണമെന്നുള്ളത്. രാജ്യത്തിന് അത് വലിയ ഒരു തീരുമാനമായിരിക്കും, ജനങ്ങളുടെ തീരുമാനം. ജനായത്വം എന്ന് പറയുന്നത് ജനങ്ങളുടെ തീരുമാനമാണല്ലോ. അപ്പോൾ രാജാക്കന്മാരായ ജനങ്ങൾ തീരുമാനിക്കും ആര് കസേര വരണമെന്നുള്ളത്. FCR നിയമഭേദഗതി ബില്ലിൽ ചർച്ചകൾ നടക്കുകയാണെന്നും പ്രതീക്ഷയുണ്ടെന്നും ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ. എപ്പോഴും ഓരോ ഇലക്ഷനും നല്ല പുതിയ പ്രതീക്ഷകളാണല്ലോ തരുന്നത്. നമുക്ക് മെച്ചപ്പെട്ട ഭരണം ലഭിക്കുന്നു, മെച്ചപ്പെട്ട ആൾക്കാർ ഭരണത്തിലേക്ക് വരുന്നു. അപ്പോൾ ആ ഒരു വലിയ പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും. അതുകൊണ്ടാണല്ലോ ഇത്രയും ജനങ്ങൾ ഈ ഒരു ഇലക്ഷൻ പ്രോസസ്സിൽ പങ്കെടുക്കുന്നത് തന്നെ. ജനാധിപത്യത്തിൽ വിഗ്രഹങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നായിരുന്നു മാനന്തവാടി രൂപതാ ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടത്തിന്റെ പ്രതികരണം. അതായത് ജനാധിപത്യത്തിൽ ജനത്തിൻ്റെ നിതാന്ത ജാഗ്രത, അതാണ് ജനാധിപത്യത്തിൻ്റെ വിജയം. അതുപോലെ തന്നെ ജനാധിപത്യത്തിൻ്റെ രണ്ടാമതൊരു വലിയൊരു തത്വമായിട്ട് ഡോക്ടർ അംബേദ്കർ പറഞ്ഞത് ജനാധിപത്യത്തിൽ വിഗ്രഹങ്ങളുണ്ടാകാൻ പാടില്ല. വിഗ്രഹങ്ങളുണ്ടായാൽ അതോടെ ജനാധിപത്യം തകരും. കഴിഞ്ഞ സർക്കാരിനോട് തൃപ്തിയും അതൃപ്തിയും ഉണ്ടെന്ന് ഇടുക്കി രൂപതാ ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേൽ. സിറോ മലബാർ സഭാ അധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, വരാപ്പുഴ അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കർത്തിപ്പറമ്പിൽ, കോഴിക്കോട് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചെക്കാലക്കൽ തുടങ്ങിയവരും വോട്ട് രേഖപ്പെടുത്തി. ഇലക്ഷൻ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.